ഹലോ ഗൈസ്, ലാലേട്ടൻ്റെ തുടരും എല്ലാ അർത്ഥത്തിലും കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ സിനിമ. ഒരു നെഗറ്റീവ് കമൻറ്റുകൾക്ക് പോലും സ്ഥാനം കൊടുക്കാതെ നെഞ്ചു വിരിച്ച് കണ്ണു നിറച്ച് തിയേറ്ററുകളിൽ നിന്നും ഇറങ്ങി വരാൻ പറ്റുന്ന സിനിമ. സിനിമയുടെ സംവിധായകൻ തരുൺ മൂർത്തിയുടെ വാക്കുകൾ കടമെടുത്താൽ ലാലേട്ടൻ്റെ സ്ലീപ്പർ സെൽസ് ഫാൻസുകളെ ഉണർത്തുന്ന സിനിമ. സിനിമാ പ്രേമികൾ എല്ലാം തന്നെ ഒന്നടങ്കം കാത്തിരുന്ന ലാലേട്ടൻ്റെ ഗംഭീര പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ. കൂടെ കട്ടയ്ക്ക് വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച പ്രകാശ് വർമ്മ എന്ന നടനും തൻ്റെ ആദ്യത്തെ സിനിമ എന്ന് തോന്നാത്ത വിധമുള്ള അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ്, അഭിനയം എല്ലാം കൃത്യം. ലാലേട്ടനിലേക്ക് വരുമ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ള അഭിനയത്തിൻ്റെ വിസ്മയലോകം തന്നെ തീർക്കുന്നുണ്ട്. തരുൺ മൂർത്തിയും KR സുനിലും ചേർന്നൊരുക്കിയ തിരക്കഥയാണ് ഇതിൻ്റെ നട്ടെല്ല്. എല്ലാ കഥാപാത്രങ്ങളിലേക്കും കടന്നു ചെന്ന് ആഴത്തിലേക്ക് നമ്മളെയും കൂട്ടിക്കൊണ്ടുപോകുന്നു. മേക്കിംഗ്, BGM എല്ലാം കൊണ്ടും പ്രേക്ഷകനെ അവസാന നിമിഷം വരെ പിടിച്ചിരുത്തുന്നു. പ്രേക്ഷകനെ ഒരേ സമയം ത്രില്ലടിപ്പിക്കാനും കൈയടിപ്പിക്കാനുമുള്ള ഒരു ഒന്നൊന്നര സിനിമയാണ് തുടരും. മോഹൻലാലിനൊപ്പം എവർഗ്രീൻ കോംബോ ശോഭന കൂടിയെത്തുമ്പോൾ പ്രേക്ഷകന് പഴയ ലാലേട്ടനെ എവിടെ നിന്നൊക്കെയോ കിട്ടുന്നുണ്ട്. സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവർ ഷൺമുഖൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വന്നു കയറുന്ന സംഭവ വികാസങ്ങൾ പ്രേക്ഷകനെ ചില സമയത്ത് കരയിപ്പിക്കുന്ന മൂഡിലേക്ക് വരെ എത്തിക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കുന്നതല്ല പിന്നീട് സംഭവിക്കുന്നത്. ജോർജ് സാർ ഷൺമുഖത്തിനോട് ചെയ്യുന്നത് നമ്മൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നില്ല. സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു തിരിച്ചുവരവിനാണ് പ്രേക്ഷകർ സാക്ഷ്യം വഹിക്കുന്നത്. അത് നൽകിയ തരുൺ മൂർത്തി എന്ന സംവിധായകനോട് പ്രേക്ഷകർ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നു. തിയേറ്ററിലേക്ക് കുടുംബ പ്രേക്ഷകരുടെ കുത്തൊഴുക്ക് എന്ന് തന്നെയാണ് ഇതിനുള്ള തെളിവ്. സിനിമയുടെ ക്ലൈമാക്സിൽ എഴുതി കാണിക്കുന്നത് പോലെ അതെ, മോഹൻലാൽ തുടരും. Yeah.